പാവം കെ എം മാണിയുടെ ആത്മാവ് വിലപിക്കുന്നുണ്ടാവും ഇപ്പോൾ, സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും. സഖാവ് വി എസ് പറഞ്ഞത് അദ്ദേഹം നരകത്തിലാവുമെന്നാണ്, അറിയില്ല എവിടെയാണ്. കുഞ്ഞുമാണി എന്ന് വിളിക്കുന്ന ജോസ് കെ മാണി, ഇപ്പോൾ വിളിക്കുന്ന ജോസ് കെ മാണി വല്ലാത്ത അവതാളത്തിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. കോട്ടയം സീറ്റ് കയ്യിൽ നിന്ന് പോയി. ചാഴിക്കാടനെ മുഖ്യമന്ത്രിക്ക് പോലും താല്പര്യമില്ല എന്ന് വ്യക്തമായിരുന്നു. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടങ്ങളിൽ ജോസ് കെ മാണി പോലും അയാളെ കൈവിട്ടോ എന്നൊരു സംശയമുണ്ട്. വി എൻ വാസവൻ എന്ന CPM നേതാവും മന്ത്രിയും ആ ഭാഗത്തേക്കേ പോയില്ല എന്ന് കേൾക്കുന്നു. വാസവന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. BDJ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ വോട്ട് മറിക്കുകയും വാസവൻ നിയമസഭയിലേക്ക് ഏറ്റുമാനൂരിൽ മത്സരിക്കുമ്പോൾ ആ വോട്ടുകൾ തിരിച്ചു വാങ്ങുകയും ചെയ്യാം എന്ന ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. വാസവൻ വളരെ സൂത്രക്കാരനായ ഒരു കുറുക്കനാണ്. ഏതായാലും നമുക്ക് ആ ചർച്ചകളിൽ നിന്ന് വിടാം. എന്തായിരിക്കും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ ഭാവി? കേരള കോൺഗ്രസുകളെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുള്ളത് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനിയും അതിൽ ധാരാളം പിളർപ്പിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളർച്ചയ്ക്കും സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയിൽ ശ്വാസം മുട്ടി കഴിയുകയാണ് ജോസ് കെ മാണി. തൻ്റെ പിതാവിനെ അങ്ങേയറ്റം നികൃഷ്ടമായി ആക്രമിച്ചവരുടെ കൂടെ രാത്രി അന്തിയുറങ്ങേണ്ടി വരുന്ന ജോസ് കെ മാണിക്ക് വലിയ പ്രതിസന്ധികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കോട്ടയത്തെ തോൽവി മാത്രമല്ല, ഇപ്പോൾ ജോസ് കെ മാണിയുടെ രാജ്യസഭാംഗത്വവും നഷ്ടപ്പെട്ടു. 3 രാജ്യസഭാംഗങ്ങൾ ഒഴിയുന്നതും ഇടതുപക്ഷക്കാരാണ് എന്നത് നിർണായകമായ ഒന്നാണ്. അതൊന്ന് എളമരം കരീമാണ്, ഒന്ന് ബിനോയ് വിശ്വമാണ്, CPM-ന്റെയും CPI-യുടെയും. സ്വാഭാവികമായും 2 സീറ്റുകളെ ഇടതുപക്ഷത്തിന് ജയിപ്പിക്കാൻ കഴിയും. ഒന്ന് UDF-നുള്ളതാണ്, അത് മുസ്ലിം ലീഗിനാണ് എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ സ്ഥാനാർത്ഥി നിർത്തി അവർ കൊണ്ടുപോകും. പിന്നെയുള്ള 2 സീറ്റുകൾ എങ്ങനെ വീതം വയ്ക്കും? ജോസ് കെ മാണിക്ക് പാർലമെന്റിൽ അംഗത്വമേ ഇല്ല എന്നൊരവസ്ഥ വന്നാൽ അത് സഹിക്കാൻ കഴിയുകയില്ല. ഒരു കാലത്ത് ഇടതുപക്ഷത്തോടൊപ്പം പോകാൻ നിന്ന KM മാണിയെ മാറ്റി നിർത്തി താൻ പാർലമെന്റിൽ പോയി കേന്ദ്രത്തിൽ മന്ത്രിയാകും എന്ന് കരുതിയിരുന്ന ആളാണ് ജോസ് കെ മാണി. അങ്ങനെയാണ് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള KM മാണിയുടെ ശ്രമത്തെ അന്ന് ജോസ് കെ മാണി തടഞ്ഞത്. ഒടുവിൽ തൻ്റെ അച്ഛനെ അപമാനിച്ച അതേ ഇടത്തേക്ക് അദ്ദേഹത്തിന് നാണം കെട്ട് പോകേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായി, പാലയിൽ പോലും. അവസാനം റോഷി അഗസ്റ്റിൻ്റെ ഒരു മന്ത്രിസ്ഥാനം കൊണ്ടും അതുപോലെ N ജയരാജ് എന്ന് പറയുന്ന MLA-യുടെ ഒരു ചീഫ് വിപ്പ് സ്ഥാനം കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. അപ്പോഴും ജോസ് കെ മാണി കളത്തിന് പുറത്താണ്. രാജ്യസഭയിൽ ഒരു സീറ്റ് എന്നത് തങ്ങളുടെ ന്യായമായ അവകാശമാണ് എന്ന് ജോസ് കെ മാണി പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ CPM-ഉം CPI-യും അതിനെ കാണുന്നത് വളരെ വ്യത്യസ്തമാണ്. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നിട്ടും എന്ത് നേട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത് എന്ന ചോദ്യം അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലുമൊന്നും ഒരു ചലനവും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന വാദമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഗുണം ചെയ്തു എന്ന് തന്നെയായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല. മാത്രവുമല്ല, കേരളത്തിലെ എല്ലാ സീറ്റിലും തോറ്റ CPI-ക്ക് അവർക്ക് അവകാശപ്പെട്ട സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എത്ര ഉഭയകക്ഷി ചർച്ച നടത്തിയാലും എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയാലും ഒരു രാജ്യസഭാ സീറ്റ്, അതും ബിനോയ് വിശ്വത്തെ പോലെ ഒരാൾ കൊണ്ടു നടന്നിരുന്ന രാജ്യസഭാ സീറ്റ്, ഇനി ബിനോയ് വിശ്വമാവില്ല, വേറൊരാളായിരിക്കും. ഏതായാലും സീനിയർ മോസ്റ്റ് ആളുകളെയാണ് സാധാരണ അവർ വിടാറുള്ളത്. അങ്ങനെ ആരെങ്കിലും വിടും. പിന്നെ ഉള്ളത് CPM-ന്റെ സീറ്റാണ്. എളമരം കരീം പോകുമോ വേറെ ആൾ പോകുമോ എന്നറിയില്ല. ഏതായാലും ആ സീറ്റ് വിട്ടുകൊടുത്താൽ CPM-ന് വലിയ നാണക്കേടാണ്. അപ്പോൾ CPM എന്ത് ചെയ്യും? ജോസ് കെ മാണി എന്ത് ചെയ്യും? ഇടതുപക്ഷത്തിന് തലവേദന തന്നെയാണ്. മാത്രവുമല്ല, കേരള കോൺഗ്രസ്സുകാരുടെ സ്വഭാവം അനുസരിച്ച് ഏത് മുന്നണിയിലും ഏത് രാത്രി ഇരട്ടി വിളക്കുമ്പോഴും കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഏത് മുന്നണിയെയും തള്ളിപ്പറഞ്ഞ് മറുമുന്നണിയിലേക്ക് പോകാൻ ശേഷിയുള്ളവരാണ്. അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണ്. നാളെ നമുക്ക് പറയാൻ പറ്റില്ല, ക്രിസ്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറാൻ ഞങ്ങൾക്ക് ഒരു ആയുധം എന്ന നിലയ്ക്ക് ജോസ് കെ മാണിയെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് രാജ്യസഭയിൽ ജയിപ്പിച്ച് കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ അവളതാളത്തിലാവും. ഇനി വേറൊരു പ്രശ്നവുമുണ്ട്. ഇദ്ദേഹത്തെ എങ്ങാൻ രാജ്യസഭാ മെമ്പറായി തിരഞ്ഞെടുത്തിട്ട് അവിടെ ചെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായാൽ അതിലേറെ നാണക്കേടാണ് എന്നും കരുതേണ്ടി വരും. ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ച് പണ്ടൊരു
കണ്ണന്താനം അങ്ങനെ ചെയ്തിരുന്നു. ഇടതുപക്ഷത്തിന്റെ MLA ആയിരിക്കും അദ്ദേഹം BJP-യിലേക്ക് പോയി. അപ്പോ ഇടതുമുന്നണിയിൽ ഒരുപാട് തർക്കവിതർക്കങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. അവർ പരിഹരിക്കാൻ കാരണം അവിടെ വല്യേട്ടനോട് പറഞ്ഞാൽ എതിര് പറയാൻ ധൈര്യമുള്ള ആരുമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പിണറായി വിജയൻ നോക്കി, ഇപ്പൊ ഗോവിന്ദ മാഷേക്ക് ആദ്യം ചർച്ചയ്ക്ക് വിടും, അവസാനം പിണറായി വിജയൻ നോക്കി കണ്ണൂരിട്ടും, അതോടെ ജോസ് കെ മാണിയുടെ അവകാശവാദവും തീരും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അദ്ദേഹത്തിന് പണ്ട് VS-ന് കൊടുത്ത ഭരണഘടനാ പരിഷ്കരണ സമിതിയോ വേറെ ഭരണപരിഷ്കാര സമിതിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. അതിപ്പോ ഒരു കാറും ഒരു വീടും കുറച്ച് സ്റ്റാഫും കിട്ടിയാൽ ഏതാണ്ട് മന്ത്രി ആയല്ലോ. അതിന് മന്ത്രി ആയില്ലെങ്കിലും നമ്മളെ കുറേ ആളുകളെ നമ്മൾ ഇരുത്തിയിട്ടുള്ള അങ്ങനെയാണ്. ഒരു കാറും ഒരു വീടോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും, കുറെ സ്റ്റാഫിനെയും കിട്ടും, കുറെ പാർട്ടിക്കാരെ തിരികെ അവർക്ക് 2 കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ നല്ല കാര്യം ചെയ്യട്ടെ. പക്ഷേ ഇതിന് രാഷ്ട്രീയമായി വലിയ വില KM മാണിയുടെ മകനായ ജോസ് കെ മാണിയും കൊടുക്കേണ്ടി വരും, ഇടതുപക്ഷവും കൊടുക്കേണ്ടി വരും എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം.